പ്രേക്ഷകർക്ക് 30ാം ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സ്പെഷ്യൽ പ്രോഗ്രാമായ ചിത്രമേളയിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5ാം ദിനം. പതിവ് പോലെ ഇന്ന് ചലച്ചിത്രമേളയിൽ ആദ്യം മേളക്കാഴ്ചകൾ. ഫെസ്റ്റിവൽ വില്ലേജിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് മേളക്കാഴ്ചകളായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. മാക്ട കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഡയറി ആയിട്ട് ഇറക്കിക്കൊണ്ടിരുന്നു. അത് ഇപ്പോൾ ഇയർ പ്ലാനർ, കാരണം ഡയറിയേക്കാൾ കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രയോജനം ചെയ്യുന്നത് ഇയർ പ്ലാനറാണ് എന്നുള്ളതുകൊണ്ട് ഇയർ പ്ലാനറാണ് ഈ വർഷം മുതൽ ഇറക്കുന്നത്. അത് പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 22-ാം തീയതിക്ക് മുമ്പായിട്ട് അംഗങ്ങളുടെ കയ്യിലെത്തത്തക്ക പോലെയാണ്. അതിൻ്റെ റിലീസാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അത് ഡോക്ടർ ബിജു, പ്രശസ്തനായ സംവിധായകൻ ഡോക്ടർ ബിജു ശ്രീ ബേബി മാത്യു സോമതീരത്തിന് നൽകിക്കൊണ്ട് പ്രകാശനം നടന്നു. ചലച്ചിത്ര രംഗത്തെ പ്രവർത്തകർ, സംവിധായകരും പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ പങ്കെടുത്ത ഒരു മനോഹരമായ പരിപാടിയായിരുന്നു. ഇയർ പ്ലാനർ ആകുമ്പോൾ നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ചലച്ചിത്ര പ്രവർത്തകർക്ക് ഏറ്റവും പ്രയോജനം അതായിരിക്കും, ഡയറിയേക്കാൾ കൂടുതൽ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു മാക്ട ഒരു സംരംഭത്തിന് ഇറങ്ങി തിരിച്ചത്. അതൊരു വൻ വിജയമായി മാറുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷം. ഞങ്ങൾ ഇതിനു മുമ്പൊക്കെ IFKയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സിനിമയും കൊണ്ട് വന്നു എന്നുള്ള സന്തോഷമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ സിനിമ കണ്ടിട്ട് ആർട്ടിസ്റ്റ് ജിജോ ഞങ്ങൾക്കൊരു പടം വരച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഈ പെയിൻറ്റിങ് വരയ്ക്കുന്നത്. ഞങ്ങളുടെ സിനിമയുടെ പെയിൻറ്റിങ്ങാണ് പുള്ളി ചെയ്യുന്നത്. ആദ്യത്തെ ഷോ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. എൻ്റെ കാസ്റ്റും ക്രൂ ഒക്കെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരൊക്കെ എൻ്റെ ആക്ടേഴ്സാണ്. അപ്രപാളിയിൽ ക്യാമറ കൊണ്ട് കവിത എഴുതിയ അനശ്വര സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജിയൻ കരുണിന്റെ കയ്യൊപ്പിട്ട ചിത്രമാണ് വാനപ്രസ്ഥം. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ആദരവിനായി മോഹൻലാലിന്റെ വാനപ്രസ്ഥവും മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച കുട്ടിസ്രാങ്കും പ്രദർശിപ്പിച്ചു. 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവായി മൺമറഞ്ഞ ഈ മഹാപ്രതിഭ കഥകളിയുടെ പശ്ചാത്തലത്തിൽ കഥാകാരന്റെ വ്യക്തിജീവിതത്തിലെ സംഘർഷങ്ങളെ ആവിഷ്കരിച്ച വാനപ്രസ്ഥം ചലച്ചിത്രമേളയിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു. എഴുത്ത് എൻ്റെ ഒരു ശീലമാണ്. എപ്പോൾ തുടങ്ങിയൊന്നും എത്ര എഴുതിയൊന്നും ഒരു രൂപമില്ല. ഞാനവനെ സ്നേഹിക്കുകയല്ല, മനസ്സിലാവായിച്ച് ആത്മാവ് കൊണ്ട് രുചിച്ചറിയുകയാണ്. ഉള്ള അറിവ് വെച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ സത്യത്തിൽ അർജുനൻ എനിക്ക് അന്യനാണ്. നെക്സ്റ്റ് ഈസ് ആൻ ഇൻഡോ സ്പാനിഷ് നോ ഫിലിം ലോഞ്ച്. ഈ ചലച്ചിത്രമേളയുടെ വേദിയിൽ വെച്ച് ഒരു ഇൻഡോ സ്പാനിഷ് സംയുക്ത സംരംഭമായ കഥകളി ദിവ എന്ന ചിത്രത്തിന്റെ ലോഞ്ച് നടന്നു. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് ഇൻഡോ സ്പാനിഷ് സംയുക്ത സംരംഭമായ ഒരു സിനിമയുടെ പ്രഖ്യാപനം നടന്നു. കഥകളി ദിവ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മുൻ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ ബീന പോളാണ്. ഈ സിനിമ നിർമ്മിക്കുന്നത് ഗില്ലേർമോ റോഡ്രിഗ്സ് മാർട്ടിനും ഇന്ത്യൻ പ്രൊഡ്യൂസർ ബേബി മാത്യു സോമതിരവുമാണ്. ഈ സിനിമയുടെ ലോഞ്ചിംഗ് പ്രമുഖ ചലച്ചിത്ര സംവിധായകരായ കമലും TK രാജീവ് കുമാറും കൂടിയാണ് നിർവഹിച്ചത്. ചിത്രത്തിന്റെ ഈ പ്രഖ്യാപന വേളയിൽ ചിത്രത്തിന്റെ സംവിധായികയായ ബീന പോൾ, ചെയർമാൻ ജോഷി മാത്യു, GS വിജയൻ, ഛായാഗ്രാഹകൻ അഴകപ്പൻ, ഹരി നമ്പൂതിരി തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ നിരവധി പ്രമുഖരും പ്രശസ്തരും പങ്കെടുത്തു. Another segment, IFFK Experience. ഈ
ഈ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30ാം പതിപ്പിൽ നടക്കുന്ന IFFK എക്സ്പീരിയൻസിൽ 30 വർഷം ആഘോഷിക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 30 വർഷത്തെ വികാസ പരിണാമങ്ങളാണ് ഈ എക്സിബിഷനിൽ കാണിക്കുന്നത്. പലരും സജീവമായിട്ട് കാണാത്ത പലരും ഉണ്ട്. ലൈക്ക് സത്യജിത് റായയുടെ ഫിലിംസ്, അരവിന്ദൻ്റെ ഫിലിംസ്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഫിലിംസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ IFFKയിൽ നമ്മൾ കണ്ടു വരുമ്പോഴത്തേക്കും അവരുടെ ഹിസ്റ്ററി, പഴയ ആക്ടേഴ്സിൻ്റെ ഗ്രേറ്റ്നെസ് അതെല്ലാം കാണുന്ന ഒരു വണ്ടർഫുൾ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് IFFK. സോ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് ടു റിവൈൻഡ് ഹൗ ടു ട്രാവൽ ബാക്ക് ഇൻ ടു ടൈം. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, നമ്മൾ എങ്ങനെ ഇൻസ്പയർ ചെയ്താണ് ഇപ്പോഴത്തെ ഫിലിംസ് എങ്ങനെയാണ് വരുന്നതും, അതിനെല്ലാത്തിനും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു പഴയകാല ഫിലിം ഇൻഡസ്ട്രീസ്. സോ ഐ തിങ്ക് ദാറ്റ് IFFK അതിനൊരു നമുക്കൊരു റെമിനിസൻ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമും കൂടെയാണ്. നമ്മുടെ പഴയകാല സിനിമകളെ കൂടെ, ഫോർ എക്സാമ്പിൾ ചാർലി ചാപ്ലിൻ, വൺ ഓഫ് ദി മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് കൊമേഡിയൻ ആൻഡ് പ്രൊഡ്യൂസർ ഓഫ് ഓൾ ടൈം. പുള്ളിക്കാരൻ്റെ ഫിലിംസ് വരെ ഇപ്പോഴും പഴയ പാടാത്ത പൈൻകിളി അങ്ങനത്തെ പഴയ ഫിലിംസ് ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, വിച്ച് ആർ ലൈക്ക് എവർഗ്രീൻ ഫിലിംസ്. സോ IFFK ഈസ് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം ഫോർ പഴയ ഫിലിംസിൻ്റെയും പുതിയ ഫിലിംസിൻ്റെയും പുതിയ എക്സ്പീരിയൻസിൻ്റെയും പഴയ എക്സ്പീരിയൻസിൻ്റെയും മൊത്തത്തിലൊരു കൾച്ചറൽ റിവൈൻഡ് പോലെയാണ് IFFK എനിക്ക്. നെക്സ്റ്റ് സെഗ്മെന്റ് ഈസ് മീറ്റ് ദി ഡയറക്ടർ. ലോക നിലവാരമുള്ള എല്ലാ രാജ്യാന്തര ചലച്ചിത്ര ഉത്സവങ്ങളിലും പ്രധാനപ്പെട്ടൊരു സെഗ്മെന്റാണ് മീറ്റ് ദി ഡയറക്ടർ. ഈ മേളയിലും അതൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റായി മാറുന്നു. This is not a very narrative plotted film. It's a more poetic film, and I made it with a more poetic logic also. Like how you see the daily life in the poetic logic. Yes, and we have been to many festivals in Australia, in Canada, in Germany, in India also. In Bangkok, yes, I won also in Bangkok, New Director, New Voices Award, and this film is filled with metaphors. I compared River with Desire. River is as charming and as risky as desires are. I think the movie is about marriage that's falling out and the shared trauma between the couples, and what leads in the aftermath of that is the film. All three world premiere has been in IFFK, and we've been very proud of it, and the people that we meet here also. We had a first screening on 14th, and I think people liked it. My film is called Cock 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 Cock, just like the sound of the chicken, and it had its world premiere in Busan this year, Busan International Film Festival, and this is also my graduation film from SRFTI. We ended up making a longer film than we are supposed to,
and but it worked out for us. This is my Indian premiere here. It's a 62-minute film. We have had one screening already yesterday, and it was really good. We have 2 more screenings. It's about a man who loves his bike a lot, and the bike is a RX-100 motorcycle, and the bike suddenly disappears because of certain situations that happen in that area, and the person is a illegal immigrant who has come to this place and is a chicken seller, and his name is Chicken. So once the bike disappears, he starts missing the bike a lot and eventually transforms into the bike itself. നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർ പ്രായമായിട്ടുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളാ ഏരിയയിലൊക്കെ ചാവ് കല്യാണം എന്നാ പറയാ. അതെന്താന്ന് വെച്ചാല് അവരവരെ ഒരു എന്താ പറയാ ലൈഫിന്റെ ഒരു പൂർണ്ണതയിലൊക്കെ എത്തി അവരെ സന്തോഷത്തോടു കൂടി നമ്മൾ മരണത്തിലേക്ക് അയക്കണം. അത് നമ്മളൊരു സാഡായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് കാണണ്ട എന്നുള്ള രീതിയിലാണ് ചാവ് കല്യാണം നമ്മളെ നാട്ടിൻപുറത്ത് പറയുന്നത്. ആ ഒരു പേരാണ് ഈ സിനിമയ്ക്ക് ഇടാൻ കാരണം. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഈ സിനിമയിൽ ഒരു ചാവും ഒരു കല്യാണം ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ചാവ് കല്യാണം എന്നുള്ള പേരിട്ടത്. ഇതൊരു ഭയങ്കര ഒരു ആർട്ട് ഫിലിം ആയിട്ടൊന്നും ആരും കാണരുത്. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടി കയ്യിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പൈസ എടുത്തിങ്ങാണ്ട് ലോണും കടമൊക്കെ വാങ്ങിങ്ങാണ്ട് ചെറിയ സെറ്റപ്പിൽ എടുത്തൊരു സിനിമയാണ്. സിനിമ അമല എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറിച്ചാണ്. അവരുടെ POVയിലാണ് സിനിമ മുമ്പോട്ട് വന്നത്. അമല ഷാനു സിനിമയെ കുറിച്ച് ഞാൻ കൂടുതലായി പറയുന്നതിനേക്കാളും നല്ല എനിക്ക് കണ്ട ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ അറിയാനാണ് താല്പര്യം.